വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും നല്ല അടിപൊളിയായി ഓണാഘോഷിച്ചെന്ന് വിശ്വസിക്കുന്നു. ഇങ്ങനെ എന്താ പറയുക, ഓണസദ്യയൊക്കെ കഴിച്ച് ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുകയായിരിക്കില്ലേ മിക്കവരും. അപ്പോൾ കുറേ പേര് എനിക്ക് ഇന്നലെ ഉണ്ടാക്കിയ ഓണസദ്യയുടെ ഫോട്ടോസൊക്കെ ഇൻസ്റ്റാഗ്രാം വഴി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണും മനസ്സും നിറഞ്ഞു കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങളുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അതായത് നമ്മുടെ അച്ചപ്പത്തിൻ്റെ റെസിപ്പി. അപ്പൊ നിങ്ങൾ ചോദിക്കുക, അച്ചപ്പം ചേച്ചി ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. സത്യമാണ്, അച്ചപ്പം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ അച്ചപ്പത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ മുട്ട ചേർക്കുന്നില്ല നമ്മൾ. മാത്രമല്ല അരിപ്പൊടി വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പർ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പൊ ഒരു കാര്യം മാത്രം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന് ചൂടാറി ഉടനെ തന്നെ സിപ്ലോക്ക് കവറിലോ അതല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോ എടുത്ത് വെക്കണം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ തണുത്തു പോകും. മുട്ട ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അത്. അപ്പോൾ ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നിങ്ങളിങ്ങനെ കഴിച്ചുകൊണ്ടേയിരിക്കാൻ പറ്റുന്ന അത്രയും ഒരു നല്ലൊരു റെസിപ്പിയാണ്. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഒട്ടും താമസിക്കണം, നമുക്ക് എങ്ങനെയാണ് രുചികരമായിട്ടുള്ള അച്ചപ്പം തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പം നമുക്ക് ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ മുട്ട ചേർക്കാത്ത ഈസി ആയിട്ടുള്ള അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം എടുത്തു വെച്ചിരിക്കുന്നത് ഒരു മിക്സിയാണ്. അത് മിക്സിയുടെ മീഡിയം ജാറ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുക. പഞ്ചസാര ഡിപ്പെൻസ് കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ മധുരം നല്ലതായിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പഞ്ചസാര ഇടാം. വളരെ കുറച്ച് മധുരം മതി എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതിൻ്റെ അളവ് കുറയ്ക്കാം. ഞാനിപ്പോൾ 7 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 കപ്പ് അരിപ്പൊടി. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇടിയപ്പത്തിന്റെ പൊടിയാണ്, വറുത്തിട്ടുള്ള പൊടിയാണ്. വളരെ നൈസ് ആയിട്ടുള്ള ഇടിയപ്പത്തിന്റെ പൊടി. ഞാൻ പണ്ട് ആദ്യമായിട്ട് ഉണ്ടാക്കിയിരുന്ന അച്ചപ്പം മുട്ട ചേർത്തിട്ടുള്ള അച്ചപ്പമാണ്. അതിൽ ഞാൻ യൂസ് ചെയ്തിരുന്നത് പച്ചരിയാണ്. പച്ചരി കുതിർത്ത് അരച്ചിട്ടാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇത് കുറച്ചും കൂടി എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അരിപ്പൊടി നമുക്ക് 1 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 കപ്പിന്റെ അളവാണ് പറയുന്നത് കേട്ടോ. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്ന 1 ടേബിൾ സ്പൂൺ മൈദ. 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. ഒരുപാട് ഉപ്പിടാൻ പാടില്ല, എപ്പോഴും സൂക്ഷിച്ച് ഉപ്പിടണേ. ആ മധുരത്തിനൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാം. ആ പഞ്ചസാരയുടെ തരിയൊക്കെ പെട്ടെന്നൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്ന് കറക്കിയെടുക്കാൻ പറയുന്നത്. നമ്മുടെ പഞ്ചസാര നന്നായി പൊടിഞ്ഞിട്ടുണ്ട് അരിപ്പൊടി കൂട്ടത്തിൽ കൂടി ഇട്ടതിന് ശേഷം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാപ്പാലാണ്. ഞാനിവിടെ 1 തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. അതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാലാണ്. 1 ഗ്ലാസ് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുത്ത് നോക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ തിക്നെസ് കൂടുതൽ പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിക്കാം കേട്ടോ. 1/4 ഗ്ലാസും കൂടെ പാല് ബാക്കി ഇരിപ്പുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഇപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് പാൽ ഒഴിക്കണ്ട. ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ നെയ്യ് കേട്ടോ. നെയ്യ് ഒരുപാടൊന്നും പാടില്ല, അല്ലെങ്കിൽ ഓയിൽ ആയാലും കുഴപ്പമില്ല. എന്തിനാണെന്നറിയാം, നമ്മൾ ഒഴിക്കുന്ന വെളിച്ചെണ്ണ ആയാലും കുഴപ്പമില്ല. എന്തിനാണ് നമ്മൾ ഒഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അച്ചിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നെയ്യോ അല്ലെങ്കിൽ ഓയിൽ ഒഴിക്കാൻ പറയുന്നത്. ഒരു അല്പം മാത്രം മതി, ഒരുപാട് ഒഴിക്കാൻ പാടില്ല. നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പൊ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തിക്കാണ്, അപ്പൊ ഇച്ചിരിയും കൂടെ തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. മാത്രമല്ല നമ്മൾ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആ സമയം കൂടെ കുറച്ചും കൂടെ തിക്നെസ് കൂടും. അപ്പോൾ ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തേങ്ങാപ്പാൽ നിങ്ങളുടെ തിങ്ങി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാലും മതി. ഇത് ഒന്നും കൂടെ അരച്ചിട്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കൺസിസ്റ്റൻസി കണ്ടോ നിങ്ങൾ? ഇതുപോലെ ലൂസായിരിക്കണം. അതായത് ദോശമാവിനേക്കാളും ലൂസായിരിക്കുന്ന ഒരു പരുവം. അത് കറക്റ്റായിട്ട് ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 സ്പൂണ് ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇപ്പം ഇങ്ങനെ കണ്ടില്ലേ? അപ്പോൾ തിക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും വെള്ളം ചേർക്കാം കേട്ടോ. അത് പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷേ ലൂസായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ എന്താ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ സ്പൂൺ എടുത്തിട്ട് ശേഷം ബാക്കിൽ ഇങ്ങനെ കണ്ടില്ലേ, ആ സ്പൂണിൽ ആ ബാറ്റർ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നമ്മൾ ഇങ്ങനെ വിരലുകൊണ്ട് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ലൈൻ കാണണം. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആണെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം നമുക്കിത് എന്താണ്, ഇതിലോട്ട് നമുക്ക് കുറച്ച് എള്ള്, ഏലക്ക ചേർക്കാറുണ്ട് ചിലവർ. ഞാനിതിലേക്ക് ഏലക്കൊന്നും ചേർക്കുന്നില്ല. ഞാനിതിലേക്ക് കറുത്ത എള്ള് മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പോൾ കുറച്ച്, ഒരുപാടൊന്നും വേണ്ട കേട്ടോ. കുറച്ച് മാത്രം കറുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് 1/2 മണിക്കൂർ ഒന്ന് അടച്ച് വെക്കാം, മാറ്റി വെക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാനിവിടെ ഇത് ബാറ്റർ റെഡിയാക്കി വെച്ചിട്ട് 1/2 മണിക്കൂറിൽ കൂടുതലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂർ ആയി കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ആ ഓയിലൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് ഗ്യാസ് ഓൺ ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന അച്ചില്ലേ, അച്ച് എപ്പോഴും എണ്ണയിൽ മുക്കി വെക്കണം. എണ്ണയിൽ മുക്കി വെക്കണം എന്തിനാന്ന് വെച്ചാൽ അച്ച് ചൂടാവണം. ഇപ്പം ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നോൺ സ്റ്റിക്കിന്റെ അച്ചാണ്. ഇതാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അതേസമയം നോൺ സ്റ്റിക്കിന്റെ അച്ചില്ലാത്തവർ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇത് മയക്കിയെടുക്കണം. പഴയ അച്ചാണ് നമ്മൾ യൂസ് ചെയ്യുന്ന അച്ചാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ പുതിയതായിട്ടൊക്കെ വാങ്ങിക്കുന്ന അച്ച എപ്പോഴും മയക്കെടുക്കാന്ന് വെച്ചാൽ വേറെ ഒന്നല്ല കേട്ടോ. ഇത് നന്നായിട്ട് ഞാൻ പറയാം
എണ്ണയിലിട്ടിട്ട് അതൊന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സോഫ്റ്റൻ ചെയ്യാനാണ് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എണ്ണയിലിട്ട് കുറേ 2-3 ദിവസം എണ്ണയിലിട്ട് വെച്ചാൽ മതി, അപ്പോൾ തന്നെ സോഫ്റ്റ് ആയിക്കോളും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ നോൺ സ്റ്റിക്ക് അച്ച് അവൈലബിൾ ആണ്. ഞാൻ അത് നാട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് കേട്ടോ, ലുലുവിലൊക്കെ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ചും കൂടുതൽ എണ്ണ ഒഴിക്കുന്നുണ്ട് ഞാൻ, കാരണം ഇച്ചിരി ഒന്ന് മുങ്ങിക്കിടക്കണം. അച്ച് ചൂടായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആ ബാറ്ററിൽ മുക്കുമ്പോൾ ഈ അച്ചിൽ സാധനം ഒട്ടിപ്പിടിക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്ന് ചൂടാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അച്ച് നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബാറ്ററിൽ നിന്ന് കുറച്ച് പോർഷൻ ഒരു ചെറിയൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഈ ബൗളിലോട്ട് എന്തിനാണ് വെക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിന് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഒരു ബൗളിലോട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ചൂടോട് കൂടിയിട്ടുള്ള ആ അച്ച് ഇതിലോട്ടൊന്ന് മുക്കുക. അച്ച് മുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ മുക്കാൻ പാടില്ല. കാരണം മൊത്തത്തിൽ മുക്കി കഴിഞ്ഞാൽ നമ്മൾ അത് ബാറ്ററി ഇതിൽ നിന്ന് വിട്ടുപോരില്ല. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു അരഭാഗം അല്ലെങ്കിൽ 1/4 ഭാഗം വരുന്ന രീതിയിൽ മാത്രമേ മുക്കാൻ പാടുള്ളൂ. പിന്നെ ഓരോ പ്രാവശ്യവും മുക്കിയതിന് ശേഷം നമ്മുടെ അച്ചപ്പത്തിന്റെ അച്ച് ഈ എണ്ണയിലിട്ട് വെക്കണം. ചെറിയ ചൂടോടുകൂടി മാത്രമാണെങ്കിൽ മുക്കിയാൽ മാത്രമാണ് ഈ ബാറ്റർ ആ അച്ചപ്പത്തിന്റെ അച്ചിൽ പിടിക്കുള്ളൂ കേട്ടോ. അപ്പൊ ചൂടോട് കൂടിയിട്ടുള്ള ഈ അച്ച് നമ്മുടെ ബാറ്ററിൽ ഒന്ന് മുക്കി കൊടുക്കാം. എണ്ണ ഉണ്ടെങ്കിൽ ഒന്ന് നന്നായിട്ടൊന്ന് കുടഞ്ഞോളൂ. അതിനുശേഷം മുക്ക. എണ്ണയുടെ ചൂട് കൂടി കഴിഞ്ഞാൽ ഇട്ട വശം തന്നെ ഭയങ്കരമായിട്ട് ബ്രൗൺ കളർ ആവും. അതുകൊണ്ട് എണ്ണയുടെ ചൂട് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണേ. 2-3 എണ്ണ ഇടാൻ റെഡി ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് തിരിച്ചിടുക. ഇപ്പൊ ശരിക്കും തളർന്നാണ് കിടക്കുന്നത്. നിങ്ങൾ വിചാരിക്കും എന്താ അച്ചപ്പം ഇങ്ങനെ ഇരിക്കണേന്ന്, പക്ഷെ പുറത്ത് വെച്ച് ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും സൂപ്പറാവും. ഇപ്പൊ എൻ്റെ എണ്ണയുടെ കുറച്ച് ചൂട് കൂടുതലാണ് കേട്ടോ. ഞാൻ ചൂടൊന്ന് കുറയ്ക്കട്ടെ, കാരണം ഇട്ട വശം തന്നെ അത് കളർ മാറുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിക്കാം. നല്ല സൂപ്പറാണ് കേട്ടോ സംഭവം. എളുപ്പമാണ് ഉണ്ടാക്കാൻ. അരിപ്പൊടി ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലും ഉണ്ടെങ്കിലും ഉണ്ടാക്കാം. പക്ഷെ ചിലവർ പശുവും പാൽ വെച്ച് ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ. എന്തായാലും പശുവും പാൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേസ്റ്റ് കിട്ടില്ല. അതുകൊണ്ട് തേങ്ങാപ്പാൽ തന്നെയാണ് നല്ലത്. അപ്പോൾ വലിയൊരു പാത്രമാണെന്നുണ്ടെങ്കിൽ കുറേ അധികം നമുക്ക് അറ്റ് എ ടൈം ചെയ്യാം. ഞാനിപ്പോൾ 2 എണ്ണം വീഡിയോ എടുക്കുന്ന കാരണം എനിക്ക് എല്ലാം കൂടി കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അറ്റ് എ ടൈം 2 എണ്ണം വീതം ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ. 2 എണ്ണം ഉണ്ടാക്കിയതിന് ശേഷം കുറച്ച് നേരം അച്ചു എണ്ണയിലിട്ട് വെച്ചോളൂ കേട്ടോ. അല്ലെങ്കിൽ മാവിൽ മുക്കി കഴിഞ്ഞാൽ അത് പിടിക്കില്ല. പിന്നെ ഇത് മറിച്ചിടാൻ മറക്കരുത്. ചെറിയൊരു കളർ വരുമ്പോൾ മറിച്ചിടുക. അതിനുശേഷം അപ്പുറത്തും കൂടെ ചെറിയൊരു ഗോൾഡ് കളർ ആയി കഴിഞ്ഞാൽ എടുക്കുക. ഇത് നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. ഈ പാകം കറക്റ്റാണ്. അപ്പോൾ എന്താ പറയുക, 1 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ അച്ചപ്പം റെഡി ആയി കിട്ടും, ഫ്രൈ ആയി കിട്ടും കേട്ടോ. ഇത് പുറത്ത് വെക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത് നല്ല ക്രിസ്പി ആയിട്ട് മാറും. ഞാൻ ഓൾറെഡി വറുത്തത് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. അതിന്റെ ക്രഞ്ചി സൗണ്ട് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ച് കാണിച്ചു തരാം. പിന്നെ മറ്റേ അച്ചപ്പത്തിന്റെ അത്ര ഭംഗി ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ഭംഗി ഞാൻ അവകാശപ്പെടുന്നില്ല. കാരണം നമ്മുടെ അരിപ്പൊടിയൊക്കെയാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചരി വെള്ളത്തിലിട്ടിട്ട് കുതിർത്തതിന് ശേഷം അരച്ചെടുത്തിട്ട് സെയിം പ്രൊസീജിയർ ചെയ്യാം കേട്ടോ. ഇത് എളുപ്പം എന്ന് പറയുമ്പോൾ പിന്നെ പച്ചരിയുടെ ആവശ്യം വരുന്നില്ലല്ലോ നമുക്ക്. ഇപ്പം കൂടെ എടുത്തിട്ട് ഞാൻ ഒരെണ്ണം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ ഇത് ഒരെണ്ണം ആദ്യം ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ, അതായത് മധുരമോ ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ മറക്കരുത്. എപ്പോഴും പിന്നെ നമ്മുടെ കിച്ചൺ ടിഷ്യൂലോട്ട് മാറ്റുമ്പോൾ ഇങ്ങനെ കമത്തിടാൻ മറക്കരുത്. അപ്പം എണ്ണ നന്നായിട്ട് അങ്ങ് പൊക്കോളും. മലർത്തിയിട്ട് കഴിഞ്ഞാൽ എണ്ണ പോവില്ല. അതായത് ഇങ്ങനെ നമ്മൾ ഇടണം ടിഷ്യൂലോട്ട് കേട്ടോ. ഈ കളറായിരിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാം അങ്ങ് കോരി മാറ്റാം. തിരിച്ചിടണം. അതുപോലെ തന്നെ ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് ആവാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ഓവറായിട്ട് അങ്ങ് കരിഞ്ഞ പോലെ കളർ വരും. അതുകൊണ്ട് നിങ്ങൾ നോക്കുമ്പോൾ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഈ സമയത്ത്. പക്ഷെ പുറത്ത് വെച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും നല്ല ക്രിസ്പി ആയിക്കോളും കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആദ്യം ഉണ്ടാക്കിയതാണ് ഞാൻ കഴിച്ചു നോക്കാൻ പോകുന്നത്. അടിപൊളി സൂപ്പറായിട്ട്. എനിക്ക് പെർഫെക്റ്റ് മധുരമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിച്ചു നോക്കിക്കോളൂ. മധുരം കുറവാണെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുക്കാം. എക്സ്ട്രാ ആഡ് ചെയ്യുമ്പോൾ പൊടിച്ച പഞ്ചസാര ആഡ് ചെയ്യാൻ മറക്കരുത്. അല്ലെങ്കിൽ അത് പഞ്ചസാര അങ്ങനെ തെരിതെരിയായിട്ട് കിടക്കും. അത് മാത്രം ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ ചൂട് ശ്രദ്ധിക്കണം. ചൂടില്ലെങ്കിൽ നമ്മുടെ അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഓവർ ചൂടായാലും നന്നാവില്ല. അതും ശ്രദ്ധിക്കാം. അപ്പോൾ ഇതിൽ നിന്ന് ഇതൊക്കെ ഒന്ന് കോരി മാറ്റി കളയാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കിയെടുക്കട്ടെ. എനിക്ക് എത്ര അച്ചപ്പം കിട്ടുമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. കാരണം ഇത് ഉണ്ടാക്കുമ്പോൾ തന്നെ വായിൽ പോകും കുറേ. അത്രയും ക്രഞ്ചിയാണ്, സോഫ്റ്റാണ്. എന്താ പറയുക, സോഫ്റ്റ് എന്ന് വെച്ചാൽ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ചില അച്ചപ്പം എന്ന് പറയുമ്പോൾ ഭയങ്കര തിക്കായിരിക്കും, കടിച്ചാൽ പൊട്ടൂല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്ദുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കുറേ നാളെ ഞാൻ വിചാരിക്കുന്നു മുട്ട ചേർക്കാത്ത അരിപ്പൊടി കൊണ്ടുള്ള അച്ചപ്പം ഉണ്ടാക്കണം എന്ന്. അപ്പോൾ ഇന്നാണ് അതിൻ്റെ ഒരു സമയമായത്. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഉണ്ടാക്കട്ടെ കേട്ടോ. പിന്നെ ഒരു കാര്യം, ഈ മാവ് കഴിയാറായെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മാവ് മറ്റേൽ നിന്ന് ഒഴിച്ചിട്ട് ഇതിൽ ഫില്ല് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം ആ അച്ചിൻ്റെ 1/4 ഭാഗം എത്തുന്ന വരെ മാവ് ഉണ്ടാവണേ അതിൽ, അത് മറക്കരുത്. പിന്നെ നമ്മൾ ഈ ചൂടുള്ള അച്ച് ഈ മാവിൽ മുക്കിയിട്ട്
നമ്മൾ കുടയില്ലേ, കുടയുന്ന സമയത്ത് മുഖത്തേക്കും മേലേക്കും ആവാതിരിക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. അപകടങ്ങളൊന്നും വരുത്തി വെക്കരുത്. കാരണം ഈ സാധനം ഉണ്ടല്ലോ, ഇത് ഓവറായിട്ട് കുലുക്കി കഴിഞ്ഞത് അങ്ങോട്ടും വിട്ടുവരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും നല്ല പെർഫെക്റ്റ് ആയിട്ട് ടൈറ്റ് ആയി ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. എണ്ണയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒന്ന് കുറച്ചും കൂടെ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. അപ്പോൾ സൂക്ഷിച്ചും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്തോളൂ. തീ എപ്പോഴും ലോ ടു മീഡിയം ഇടണം കേട്ടോ. ഒരുപാട് തീ ആയി കഴിഞ്ഞാൽ ഇത് ഇട്ട വശം തന്നെ നിങ്ങൾ കരിഞ്ഞു പോവുകയും ഭയങ്കരമായിട്ട് ഡാർക്ക് ഷെയ്ഡ് ആവും. അതുകൊണ്ട് തീന്റെ ചൂട് എപ്പോഴും ശ്രദ്ധിക്കുക. അങ്ങനെ നമ്മുടെ അവസാനത്തെ ബാച്ചും റെഡി ആയിട്ടുണ്ട്. കോരി മാറ്റി വെക്കുക. എല്ലാം ഇതിന്റെ എണ്ണയൊക്കെ പോയതിനു ശേഷം മാത്രം, തണുത്തതിന് ശേഷം മാത്രം ഇട്ട് വെക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോവും. പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ വെക്കുകയാണെങ്കിൽ താഴെ ഒരു കുറച്ച് ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെക്കുകയാണെങ്കിൽ കുറച്ചൊന്നും നന്നായിരിക്കും. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇനി ഞാൻ ഫോട്ടോ എല്ലാം എടുത്തതിന് ശേഷം കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ നമ്മുടെ അച്ചപ്പൊക്കെ ഫോട്ടോ എല്ലാം എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ അപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ സിബ്ലോ കവറിൽ ഇട്ട് വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത് തണുത്ത് പോവേ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരെണ്ണം ഒന്നും കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. ഇത് ചിലത് ഏങ്കോണിച്ചൊക്കെ ഇരിക്കുന്നുണ്ട്, അത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കരുത്. പക്ഷെ ടേസ്റ്റിന് ഒരു കോംപ്രമൈസും ഇല്ല. ഞാൻ നന്ദുവിന് ഒരെണ്ണം കൊടുക്കേ. നന്ദു പല്ലിൽ ക്ലിപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ടും ആ ക്ലിപ്പ് ഇട്ട പല്ല് വെച്ചിട്ട് നന്ദു കഴിക്കുന്നുണ്ട് എന്നുള്ളതാണ്. എങ്ങനെ ഉണ്ടാത്തു? അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സാധാരണ രീതിയിൽ ഡോക്ടർ പറയും ഇങ്ങനത്തെ എന്താ പറയാ ഹാർഡായിട്ടുള്ള സാധനങ്ങളൊന്നും കഴിക്കാൻ പാടില്ലെന്ന്. പക്ഷെ ഇത് കുഴപ്പമില്ല കേട്ടോ, നല്ല സൂപ്പറാണ്. എല്ലാവരും ട്രൈ ചെയ്തോളൂ അല്ലേ? അത് പറഞ്ഞ എല്ലാവരും ട്രൈ ചെയ്യാൻ പറഞ്ഞേ. എവരിവൺ ട്രൈ ചെയ്ത് മലയാളത്തിൽ പറടാ. എല്ലാവരും ഉണ്ടാക്കി നോക്കും. ആ വെരി ഗുഡ്. അപ്പൊ കേട്ടല്ലോ, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പൊ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.